ഹായ് ഫ്രണ്ട്സ്, ലാൽസിസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീട്ടിലൊരു ബയോഗ്യാസ് പ്ലാന്റ് വെക്കാൻ തീരുമാനിച്ചു. അതിന് പ്രകാരം ഗ്രീൻ ടെക് ഏജൻസീസ് മൂവാറ്റുപുഴയുമായി ബന്ധപ്പെട്ടിരുന്നു. അവർ പ്ലാന്റുമായിട്ട് വന്നു. ചെടി മുറ്റത്തോട്ട് ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്നതുകൊണ്ട് കടന്നു പോരാൻ മേലാത്തതുകൊണ്ട് അവർ വണ്ടി തിരിച്ചാണ് കയറ്റിയത്. വേറെ സ്ഥലത്തേക്കും ഉള്ളതുണ്ടായിരുന്നതുകൊണ്ട് അത് താഴെ വെച്ചിട്ട് ഞങ്ങളുടെ അതെടുത്ത് അകത്തേക്ക് കൊണ്ടുവന്നു. ആ ജാറ് വെക്കുന്നതിനായി എൻ്റെ ചെറിയ കരിയാപ്പ് എസ്റ്റേറ്റിൽ നിന്ന് കുറേ സ്ഥലം വെട്ടി മാറ്റേണ്ടി വന്നു. അതെല്ലാം അവർ വെട്ടി നികത്തി നിരപ്പാക്കി എടുത്തു. ആ പ്ലാന്റൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയെടുത്തു. അതിന് രണ്ട് ഭാഗമുണ്ട്. ഒന്ന് ഉൾവശവും അതിൻ്റെ പുറത്തായിട്ട് ഒരു ഗ്യാപ്പ് ഇട്ട ശേഷം പുറത്തൊരു റൗണ്ട് സ്ഥലം കൂടെ ഉണ്ട്. അതിനകത്ത് അടിഞ്ഞിരിക്കുന്ന സാധനങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി അത് കമത്തിക്കളഞ്ഞു. മണ്ണ് നികത്തിയ സ്ഥലത്തേക്ക് അത് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചു. എന്നിട്ട് വെള്ളം ഒഴിച്ചു. വെള്ളം വരുന്നതിന് സ്പീഡില്ലാത്തതുകൊണ്ട് വേറൊരു ട്യൂബിൽ കൂടെ വെള്ളം അതിലേക്ക് ഒഴിച്ചു. പച്ച ചാണകം 3 പാത്രത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചാണകത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞത് പുല്ലൊക്കെ തിന്നുന്ന പശുവിൻ്റേതായിരിക്കണം എന്നാണ് പറഞ്ഞത്. അതായത് നമ്മുടെ പെല്ലറ്റൊന്നും കൊടുത്ത് വളർത്തുന്നതായിരിക്കരുത്. കഞ്ഞിവെള്ളം, കടലപ്പിണ്ണാക്കിട്ട വെള്ളമൊക്കെ കൊടുക്കുന്നതായിരിക്കണം. ആ ചാണകമാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കി ഒഴിച്ചുണ്ടോ. മൂന്ന് പാത്രത്തിൽ കൊണ്ടുവന്ന് ചാണകം അതിലേക്കിട്ടു. പിന്നെ 1 കിലോ ഗോതമ്പിൻ്റെ പൊടി വാങ്ങിച്ചു വെച്ചു. ഈ പുറത്ത് ഇറക്കണ വെള്ളമാണല്ലോ, ഇടയ്ക്ക് തുറന്നു തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇതിനകത്തുള്ള വെള്ളത്തിൽ ഒന്ന് ഒളിഞ്ഞു നോക്കിക്കേ, അത്ര ഇവിടം വരെ താഴ്ചയുള്ളൂ. അതിന് ഇത് നമ്മൾ നിറച്ചായിരുന്നത്, മഴവെള്ളം പെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇത് 2 മാസം 3 മാസം കൂടുമ്പോൾ തുറന്ന അവിടെ ശുദ്ധജലം നിറയ്ക്കാൻ ഇടയ്ക്ക് നിറയ്ക്കണം. കാരണം കൊതുക് കൂട്ടാടിയൊക്കെ വരും. ഒരു കപ്പ് വെള്ളത്തിൽ കുറച്ച് ഡെറ്റോള് കലക്കി ഒഴിച്ചിട്ട്, ഡെറ്റോള് കലക്കി ഈ വെള്ളത്തിൽ മാത്രം, ഈ ചുറ്റുള്ള വെള്ളത്തിൽ മാത്രം ഒഴിക്കണം. അപ്പൊ കൊതുക് കൂട്ടാടിയൊന്നും വരില്ല. അപ്പൊ 2-3 മാസം കൂടുമ്പോഴത്തേക്കും ആ വെള്ളം കളഞ്ഞിട്ട് വേറെ വെള്ളം റീഫ്രഷ് നിറച്ചിട്ട് ഒന്നാമത് ഡെറ്റോള് കലക്കി വെക്കണം. അപ്പൊ ആ വെള്ളം എപ്പോഴും ശുദ്ധമായിട്ട് കിടക്കും. അപ്പൊ ഒരു കാരണവശാലും കൊതുക് കൂട്ടാടിയൊന്നും വരില്ല.
ആട്ടപ്പൊടിയിലേക്ക് വെള്ളം ഒഴിച്ചത് നന്നായിട്ട് കലക്കി ചേർത്തു. അത് ആ ബക്കറ്റിലേക്ക് ഒഴിച്ചു. ആ സമയം തന്നെ ഭിത്തി കിഴിച്ച് ഗ്യാസിൽ നിന്ന് വരുന്ന ട്യൂബ് കടത്തിവിടാനുള്ള വഴിയൊരുക്കി. ഒരു വയർ വലിച്ചു കെട്ടി. ഇവിടെ ഒരു ശകല സ്ഥലമില്ല, കോവലും മുല്ലയും പേരയും ചാമ്പ കരിയാപ്പ് എല്ലാം കൂടെ കൂടി നിൽക്കുന്നുണ്ട്. ആ ഉള്ള സ്ഥലത്ത് ഇടയ്ക്കൂടെ പേരയിലേക്ക് വലിച്ചു കെട്ടി. ജാറിൻ്റെ മേളിലുള്ള പുറത്തേക്ക് ഗ്യാസ് വരുന്ന കുഴലിൽ കൺട്രോൾ ചെയ്യാനുള്ള ട്യൂബ് എല്ലാം ഫിക്സ് ചെയ്തു. സ്റ്റവ് എടുത്തു. മേലിലൂടെ കടത്തിവിടാനുള്ള ട്യൂബൊക്കെ എടുത്ത് അതും അഴിച്ചു. ട്യൂബ് മുറുക്കി ഫിക്സ് ചെയ്യാൻ വേണ്ടി വേറൊരു ട്യൂബൊക്കെ ഇട്ട് അടച്ചു. ഒരു പച്ച ട്യൂബാണ് ഇട്ടിരിക്കുന്നത്. അത് വലിച്ച് മുറിക്കകത്തേക്ക് വലിച്ച് കയറ്റി നല്ല മുറുക്കി ഫിക്സ് ചെയ്തു. ആ ട്യൂബ് വലിച്ചു കെട്ടി അതിനോടൊപ്പം തന്നെ അതിൻ്റെ അടപ്പടച്ചു. ഇതാണ് ഇതിന്റെ ഗ്യാസ് ഉള്ളപ്പോൾ ഉള്ള അവസ്ഥ. ഇത്രയും വരെ ഉയർന്നു വരും. ഗ്യാസ് ഉള്ളപ്പോൾ ഇത്ര ഉയർന്നു നിൽക്കും. നമുക്ക് ഇതിപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന ഇതിന്റെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. നമ്മളിത് തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഇപ്പം തന്നെ പോകില്ല. ഈ കാർബൺ ഡൈ ഓക്സൈഡ് പോയി തീർന്നു. ഇത് ഫുള്ളായിട്ട് താന്നു വരും. നമുക്ക് ഇത് താന്ന് ഫുള്ള് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കൈവച്ച് നോക്കിയാൽ അറിയാം ഇത്രയും പ്രഷറിൽ നമുക്ക് അവിടെ ഗ്യാസ് കിട്ടും. അതായത് ഫുള്ളായിട്ട് താന്ന് നോക്കുള്ളൂ. നമുക്ക് നാളെ കഴിഞ്ഞ് വൈകുന്നേരമാണ് ഇത് കണക്ഷൻ ചെയ്യേണ്ടത്. കണക്ഷൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജോബിലി ക്ലിപ്പ് ഇതിനകത്ത് കയറ്റി ഇട്ടിട്ട് ഇതിനകത്ത് ഇറക്കി ഫുള്ളായിട്ട് വെച്ചിട്ട് സെൻറ്ററിൽ വെച്ച് ടൈറ്റ് ചെയ്യുക. അത് നാളെ കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ നാളെ കഴിഞ്ഞ് വൈകുന്നേരം ചെയ്താൽ മതി. നമുക്കിതിൽ വേസ്റ്റ് ഇത് രണ്ട് കാര്യം കൂടെ കംപ്ലീറ്റ് ആവുള്ളൂ. ഒന്ന് ഓവർ വേസ്റ്റ് 7 കിലോയിൽ കൂടുതൽ. ഇത് 1000 ലിറ്ററിൻ്റെ ആണ് നമ്മുടെ വീടുകളിൽ വെക്കുന്നതിൽ. 1000 ലിറ്ററിൻ്റെ ടാങ്കിന് നമുക്ക് ഇതിനകത്തുള്ള കപ്പാസിറ്റി 7 കിലോയാണ്. ഇത് ഇലക്ട്രിക്കലോ മെക്കാനിക്കലോ ഒന്നുമല്ല. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഡൈജഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റി 7 കിലോയേ ഉള്ളൂ. അപ്പോൾ 7 കിലോ വരെ വേസ്റ്റ് ഇടാം. പിന്നെ ഇടാൻ പാടില്ലാത്ത വസ്തുക്കൾ എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ രണ്ട് കാര്യം. ഇടാൻ പാടില്ലാത്ത വസ്തുക്കൾ ഇടാനും പാടില്ല, 7 കിലോയിൽ കൂടുതൽ ഇടാനും പാടില്ല. അങ്ങനെ മാത്രമേ കംപ്ലൈൻറ്റ് വരുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ ഇതിനകത്ത് വേസ്റ്റ് ഇടേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേസ്റ്റ് കൊണ്ടുപോയിട്ട് വെള്ളം ഒഴിക്കുക എന്നുള്ളതല്ല, നമ്മളിത് വെള്ളത്തോട് കൂടി ഒഴിക്കുക എന്നുള്ളതാണ് ഇതിൽ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബക്കറ്റിൽ അരി കഴുകിയ വെള്ളമോ കഞ്ഞി വെള്ളമോ എന്തെങ്കിലും ഒരു കുറച്ചെടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ ഫുഡ് വേസ്റ്റ് ബാലൻസ് വന്നത്, അരി കഴുകിയ വെള്ളം, മറ്റേ പച്ചക്കറി അരിയണത്, പഴവർഗ്ഗങ്ങളുടെ തൊലി, ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസ് സാധനങ്ങളും അതിനകത്തേക്ക് ഇട്ട് വെക്കുക. ഇട്ട് വെച്ചിട്ട് കളക്ട് ഇന്നത്തെ വേസ്റ്റ് ഫുള്ള് കളക്ട് ചെയ്തതിന് ശേഷം നാളെ രാവിലെ എടുത്ത് ഒഴിക്കുക. അപ്പോൾ ഒരു 24 മണിക്കൂർ വെള്ളത്തിലിരുന്ന് അതൊന്നും ഉടയണത് കൊണ്ട് നമുക്ക് ഇതെല്ലാം വെള്ളത്തിൽ തന്നെ വേസ്റ്റ് ഇടണ്ടേ. എന്നിട്ട് ആ വെള്ളത്തോട് കൂടി എടുത്ത് ഒഴിക്കണം. വേസ്റ്റ് ഇട്ടിട്ട് വെള്ളം ഒഴിക്കുക എന്നുള്ളതല്ല. അതുപോലെ നമ്മളിപ്പോൾ നോണൊക്കെ ആണെങ്കിൽ നമ്മൾ മീൻ നന്നാക്കണത് മീനിന്റെ വേസ്റ്റ്, മീനിന്റെ എല്ലാം മുള്ളടക്കം എല്ലാ സാധനവും അപ്പം തന്നെ ഒഴിച്ചു കൊടുക്കാം. അത് ഈ 7 കിലോ കൂടാണ്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. നമ്മളിന്ന് 7 കിലോ ഇട്ടാലും മീൻ നന്നാക്കണതിന്റെ വെള്ളം അത് ഇതൊക്കെ അപ്പം തന്നെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നാരങ്ങ ഓറഞ്ചാണ് മെയിനായിട്ട് ഇതിനകത്ത് ഇടാൻ പാടില്ലാത്ത വസ്തു. നാരങ്ങ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ അസിഡിറ്റി ആയിട്ട് ബാക്ടീരിയക്ക് ദോഷം ചെയ്യും. ഇതിപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ചാണകത്തിൽ 40% ബാക്ടീരിയ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മളെ ഗോതമ്പോടി കലക്കി പൊളിപ്പിച്ച് 100% ബാക്ടീരിയ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 12 ദിവസം കൊണ്ട് 100% ബാക്ടീരിയ ആവും. അതിനുശേഷം 13-ാം ദിവസം മുതൽ നമുക്ക് വേസ്റ്റ് ഇട്ട് തുടങ്ങാം. ഇന്നേക്ക് 13-ാം ദിവസം മുതൽ വേസ്റ്റ് ഇല്ല, ഇന്ന് തന്നെ ഇടാൻ പറ്റില്ല. നമുക്ക് 13-ാം ദിവസം മുതൽ വേസ്റ്റ് ഇട്ട് തുടങ്ങാം. പക്ഷെ നാളെ കഴിഞ്ഞ് ഇത് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ
നമ്മൾ ചാണകത്തെ ബേസ് ചെയ്ത് കത്തിക്കുന്നത്. അപ്പോൾ 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4 ദിവസം, മാക്സിമം 4 ദിവസം ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 ദിവസത്തിൽ ഫുള്ളായിട്ട് ഇത് ഉയർന്ന് വെയിറ്റോടുകൂടി ഉയർന്ന് വന്നിരിക്കും. നമുക്കൊരു 6-ാം ദിവസം മുതൽ കത്തിക്കാം. അപ്പോൾ ഒരാഴ്ചയോടെ കത്തിച്ച് കഴിഞ്ഞിട്ട് വേസ്റ്റ് ഇട്ടാൽ മതി. ഒരു 13 ദിവസമൊക്കെ ആകുമ്പോൾ വേസ്റ്റ് ഇട്ടാൽ മതി. 13 ദിവസമായിട്ട് വേസ്റ്റ് ഇടാവുള്ളൂ. പിന്നെ ഇടാൻ പാടില്ലാത്ത വസ്തുക്കൾ ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും പറഞ്ഞാൽ നാരങ്ങ ഓറഞ്ചും ആണ്. എന്നാൽ പോലും ഈ ഉള്ളിയുടെ സവാളയുടെ നൈസ് കോട്ടിങ് പാടേണ്ടല്ലോ. അത് ഉള്ളി സവാളയൊക്കെ ചെയ്യുന്നത് കറി വെച്ചിട്ട് ബാലൻസ് അതൊക്കെ ഇടാം. അതിന് നൈസ് കോട്ടിങ് പാടാതെ ഡൈജസ്റ്റ് ആവില്ല. അതുകൊണ്ട് അത് ഇടാൻ പാടില്ല. ചക്കക്കുരു മാങ്ങാണ്ടി ഇടാൻ പാടില്ല. ചക്കക്കുരു മാങ്ങാണ്ടി ഉള്ളിയുടെയും സവാളയുടെയും പുറംതൊലി മുട്ടത്തോളം ഇത്രയായിട്ട് ഇടാൻ പാടില്ലാത്തുള്ളൂ. ബാക്കി എല്ലാ വസ്തുക്കളും ഇടാം. നമുക്ക് കരിയില ഇടാമോ? കരിയില ഇടാൻ പാടില്ല. കരിയില ഇട്ടോന്ന് ഇതിനകത്ത് കുഴപ്പമുണ്ടായിട്ടല്ല, ഇത് കംപ്ലൈന്റ് ഒന്നും ആയിട്ടല്ല. നമുക്കത് ഗ്യാസിന് വേണ്ടി യാതൊരു ഇതുമില്ല. ഇത് മീഡിയം ഗ്യാസ് ആണല്ലോ. നമുക്ക് പച്ചക്കറി അരിയണതും ഫുഡ് വേസ്റ്റിന്റെ ബാലൻസും അതും ഇതൊക്കെ ചെല്ലുമ്പോഴാണ് നമുക്ക് ഗ്യാസ് കിട്ടുള്ളൂ. കരിയിലൊന്നും ഇട്ടുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഇട്ടോന്ന് ഓർത്ത് യാതൊരു കംപ്ലൈന്റ് ഒന്നുമില്ല. കംപ്ലൈന്റ് ആയില്ല. ഇതിനകത്ത് ഡൈജസ്റ്റ് ആവാത്ത വസ്തുക്കൾ ഇട്ടാൽ മാത്രമേ കംപ്ലൈന്റ് ഉള്ളൂ. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ചക്കക്കുരു പുറന്തോടുള്ളത് കൊണ്ട് ഒരു കാരണവശാലും ഡൈജസ്റ്റ് ആവില്ല. ഉള്ളിയുടെ സവാളയുടെ ഏറ്റവും പുറമെയുള്ള നൈസ് കോട്ടിങ്ങും പേപ്പർ കണക്കുള്ള സാധനം അതും ഡൈജസ്റ്റ് ആവില്ല. നമ്മുടെ മുടിയൊക്കെ കണക്ക് തന്നെ അതും. അത് ഇതിനകത്ത് ഇട്ടതിന് 1, 2, 10 നിങ്ങൾ കുറേ ദിവസം ഇട്ടു നോക്കൊന്നും കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷെ നമ്മൾ കാലാകാലം ഇടുമ്പോൾ ഇത് ഡൈജസ്റ്റ് ആവാണ്ടി ചക്കക്കുരു മാങ്ങാണ്ടി ഇതൊക്കെ കുറേ കാലം ആയി കഴിയുമ്പോഴത്തേക്കും ഇത് ഇതാവുന്നുള്ളൂ. ഇലകളൊക്കെ ഇട്ടുന്നോർത്ത് ഇലകളൊക്കെ ഡൈജസ്റ്റ് ആയി പോകും. പക്ഷെ നമുക്ക് ഗ്യാസ് വളമായിട്ട് കിട്ടുകയല്ലേ, സ്ലറിയായിട്ട് കിട്ടും. നമ്മളിവിടെ ഇപ്പൊ നമ്മൾ 13-ാം ദിവസം വേസ്റ്റ് ഇടാൻ തുടങ്ങിയെന്ന് നോട്ടിക്കും. അത് വേസ്റ്റ് ഇടാൻ തുടങ്ങി 1 അല്ലെങ്കിൽ 2-ാമത്തെ ദിവസം മുതൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ലിക്വിഡായിട്ട് ചാടും. സ്ലറി പുറത്ത് ലിക്വിഡായിട്ട് ചാടും. അതായത് നമ്മൾ ബക്കറ്റ് വെച്ച് കളക്ട് ചെയ്യുക. ആ സ്ലറി നമ്മൾ 2 ഇരട്ടി വെള്ളം ചേർത്താൽ 3 ഇരട്ടി വെള്ളം ചേർത്ത് വേണം ചെടികളെ പൂച്ചെടികളെ കൃഷികൾക്ക് ഒഴിക്കാം. ഡയറക്റ്റ് ഒഴിക്കരുത്. ഡയറക്റ്റ് ഒഴിച്ചാൽ കരിഞ്ഞു. വലിയ മരങ്ങൾക്കൊക്കെ ഡയറക്റ്റ് ഒഴിക്കാം. അത്രയും പവറുള്ള സ്ലറി ഇതില്ലെന്ന് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഇപ്പോൾ നമ്മൾ 13-ാം ദിവസം മുതൽ വേസ്റ്റ് ഇടാൻ തുടങ്ങുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതിലൂടെ ഇതിപ്പോൾ FRP ഫൈബർ ആയതുകൊണ്ട് ചാണകം ഇട്ടാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു 2 മാസക്കാലം നമുക്ക് ചാണകത്തിന്റെ സ്ലറി ആയിരിക്കും വരുന്നത്. നമ്മൾ 13-ാം ദിവസം മുതൽ വേസ്റ്റ് ഇടാൻ തുടങ്ങി കഴിഞ്ഞാൽ ആ വേസ്റ്റ് ഇതിനകത്ത് നിന്ന് ഡൈജഷൻ കഴിഞ്ഞിട്ട് ഒരു 60 ദിവസം 65 ദിവസം പിടിക്കും അത് ലിക്വിഡായിട്ട് പുറത്തു വന്നെങ്കിൽ. അപ്പോൾ 2-2.5 മാസക്കാലം ചാണകത്തിന്റെ സ്ലറി ആയിരിക്കും വരുന്നത് നമ്മൾ വേസ്റ്റ് ഇടാൻ തുടങ്ങി. അപ്പോൾ ഇത് FRP ഫൈബർ ആയതുകൊണ്ട് ഈ ഒരു അടിയിൽ നിന്നാണ് ചാണകം കയറി വരുന്നത്. നമ്മളിവിടെ ഇടുന്ന വേസ്റ്റ് ഇതിനടിയിൽ കൂടി ചെന്നിട്ട് അകത്താണ് കയറുന്നത്. ഈ അറിയുമായിട്ട് യാതൊരു ബന്ധമില്ല അതിന് അകത്ത് കയറുന്നത്. അവിടെ ഡൈജഷൻ കഴിഞ്ഞിട്ട് ഇതിങ്ങനെ അടിയിൽ തന്നെയാണ് സ്ലറി ആയിട്ട് തള്ളി കയറി പോരുന്നത്. ഇതുണ്ടോ, ഈ കൊള്ളിൽ കൂടിയാണ് ഇങ്ങനെ സ്ലറി ആയിട്ട് തള്ളി കയറി പോരുന്നത്. അപ്പോൾ നമ്മളിത് FRP ഫൈബർ ആയതുകൊണ്ട് വെയിലറൊക്കെ ചൂടൊക്കെ അടിക്കുമ്പോൾ ഇവിടെ ചാണകം കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആഴ്ചയിൽ ഒരു 2 ദിവസം ഇതൊന്ന് കുത്തി കൊടുക്കണം. PVC പൈപ്പ് വെച്ചൊന്ന് കുത്തി കൊടുത്താൽ അത് ചുമ്മാ വലിയ പണിയായിട്ട് കൂട്ടുണ്ടെന്ന് ലൂസാക്കി ഇട്ടാൽ മതി. എന്നാലാണ് നമ്മൾ വേസ്റ്റ് ഇടാൻ തുടങ്ങുമ്പോൾ മുതൽ സ്ലറി ആയിട്ട് വരുള്ളൂ. നമ്മൾ വേസ്റ്റ് ഇടാൻ തുടങ്ങുമ്പോൾ മുതൽ ഇതൊന്ന് കുത്തി കൊടുത്തില്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ചാണകം കട്ട പിടിച്ചിരിക്കുന്നത് കൊണ്ട് സ്ലറി തള്ളിപ്പോരില്ല. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു 2 ദിവസം ചെയ്താൽ മതി. ഒരു PVC പൈപ്പ് വെച്ച് ചെറുതൊന്ന് ലൂസാക്കി ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ അവിടെ ഇടുന്ന വേസ്റ്റ് സ്ലറി ആയിട്ട് പുറത്തു വന്നു. അപ്പോൾ ഒരു 1-2 മാസക്കാലം ഞാൻ പറഞ്ഞല്ലോ ഈ ചാണകത്തിന്റെ സ്ലറി. ആ ചാണകത്തിന്റെ സ്ലറി വന്നവരെ മാത്രം ഇവിടെ കുത്തിയാൽ മതി. നമ്മൾ 13-ാം ദിവസം മുതൽ ഇടുന്ന വേസ്റ്റ് ഒരു 2 മാസത്തോടെ കഴിഞ്ഞ് അത് ലിക്വിഡായിട്ട് പുറത്ത് വരുമ്പോൾ ഒരു ബ്രൗൺ കളർ വാട്ടർ ആയിരിക്കും. അത് വരാൻ തുടങ്ങി പിന്നെ ഓട്ടോമാറ്റിക്കാണ് പിന്നെ തന്നെ പോയിക്കോളും. പിന്നെ നോക്കണ്ട. പിന്നെ സ്ലറി എടുക്കുക എന്തെങ്കിലും ചെടികൾക്ക് പൂച്ചെടികൾക്ക് കൂടി 5 അല്ലെങ്കിൽ 6-ാം ദിവസം മുതൽ കത്തിക്കാൻ കേട്ടോ. 13-ാം ദിവസം മുതൽ വേസ്റ്റ് ഇട്ടാൽ മതി. 6 ദിവസം കഴിയണം. നാളെ കഴിഞ്ഞ് വൈകുന്നേരം നമ്മളിത് കണക്ട് ചെയ്യണം. നാളെ കഴിഞ്ഞ് വൈകുന്നേരം ഇന്ന് നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് രാവിലെ ആയാലും കുഴപ്പമില്ല. ഇന്ന് നാളെ കിടന്നാൽ മതി. 2 ദിവസം കിടന്നാൽ മതി. നാളെ കഴിഞ്ഞ് എപ്പോഴെങ്കിലും ഒന്ന് കണക്ട് ചെയ്താലേ. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ 4 ദിവസം ടൈം പറയണമെന്നുള്ളൂ. ചിലപ്പോൾ ഈ ചാണകത്തിന്റെ ഇത് കണക്കിരിക്കും, ക്വാളിറ്റി കണക്ക്. ചിലപ്പോൾ 2-ാം ദിവസം തന്നെ ഫുള്ളായിട്ട് ഉയർന്നു വരും. എപ്പോൾ ഫുള്ളായിട്ട് ഉയർന്നു വരുന്നു അപ്പോൾ തന്നെ ഇപ്പം നിങ്ങളിത് കണക്ട് ചെയ്യുമ്പോൾ ഇത് ലോക്ക് ചെയ്ത് വെക്കണം. ലോക്ക് ചെയ്താൽ വെച്ചാൽ മാത്രമേ ഇത് ഉയരുള്ളൂ. മനസ്സിലായോ? നമ്മൾ നാളെ കഴിഞ്ഞ് ഇത് കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഓഫ് ചെയ്ത് വെക്കണം. ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് ഉയർന്നു വരുമ്പോൾ നമ്മൾ ഈ ഗ്യാസ് ഫുള്ളായിട്ട് ഉയർന്നു വരുമ്പോൾ 1, 2 എത്ര ദിവസം കൊണ്ട് ഉയർന്നു വന്നാലും ഇവിടെയും തുറന്ന് സ്റ്റൗ തുറക്കണ കാണിച്ചെന്നല്ലോ. സ്റ്റൗവും തുറന്ന് കത്തിക്കുക. അപ്പോൾ ആദ്യത്തെ ഈ ഗ്യാസ് ഈ കുഴൽ വഴി അവിടെ എത്താനായിട്ട് ഒരു 10 സെക്കൻഡ് ഡിലേ കാണും. അപ്പോൾ നമ്മൾ മെഴുകുതിരിയോ ലാമ്പോ കത്തിച്ച് പിടിച്ച് വേണം തുറക്കാൻ. കുറച്ച് നേരം പിടിച്ചുകൊണ്ടിരിക്കണം. 10 സെക്കൻഡ് ഹോൾഡിങ് ഉണ്ടാവും. അത് ഫുള്ളായിട്ട് ഓരോന്നെങ്കിലും വന്നാൽ ഫുള്ളായിട്ടും കത്തി. അപ്പോൾ നാളെ കഴിഞ്ഞ് രാവിലെ കണക്ട് ചെയ്യുമ്പോൾ ഇത് അടയ്ക്കുക. അടച്ചു വെച്ചാൽ മാത്രമേ ഇത് ഉയർന്നു വരുള്ളൂ. എപ്പോൾ ഫുള്ളായിട്ട് ഉയർന്നു വരുന്നോ അപ്പം മുതൽ ഇവിടെയും തുറന്ന് അവിടെയും തുറന്ന് കത്തിക്കുക. എന്ന് കത്തിക്കാൻ തുടങ്ങിയാലും ഒരു 13 ദിവസം കഴിഞ്ഞിട്ട് വേസ്റ്റ് ഇട്ടാൽ മതി. ഒരു 3-4 ഒരാഴ്ചയെങ്കിലും കത്തിക്കണം. എന്നാണ് കത്തിക്കാൻ തുടങ്ങുന്നത് അത് കത്തിച്ച് ഒരു 5 ദിവസമെങ്കിലും കത്തിച്ചിട്ട് വേസ്റ്റ് ഇട്ടാൻ തുടങ്ങി. അന്നേരത്തേക്ക് അതിൽ 100% ബാക്ടീരിയ ആവുള്ളൂ. 1 മാസത്തോളം നമ്മൾ സ്ഥലത്തില്ലെങ്കിൽ വേസ്റ്റ് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. അത് 1 ദിവസമോ 2 ദിവസമോ 10 ദിവസം അല്ല 1 മാസം വരെ വേസ്റ്റ് ഇട്ടില്ലെങ്കിൽ നമുക്ക് ഗ്യാസ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഈ ബയോഗ്യാസ് പ്ലാന്റ് നമ്മളിത് വർക്ക് ചെയ്യുന്നത് മെയിനായിട്ട് ചാണകത്തെ ബേസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ 6-ാം ദിവസം മുതൽ കത്തിക്കും പറഞ്ഞല്ലോ, അത് വേസ്റ്റ് ഇടാതെയാണല്ലോ. അതേ രീതിയിൽ തന്നെ നമ്മൾ വേസ്റ്റ് തുടങ്ങി നിങ്ങൾ 1 മാസം ഇവിടെ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് കുഴപ്പമില്ല, ഗ്യാസ് കിട്ടിക്കൊണ്ടേയിരിക്കും. അതിന് വേറെ തടസ്സങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഈ ബയോഗ്യാസ് പ്ലാന്റിന് 10 വർഷത്തെ ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ട്. എല്ലായിടത്തും ഇത് കാണുമായിരിക്കും. എന്നാലും വെക്കാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് അവതരിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.